എമ്പുരാൻ 100 കോടി. അതെ, 100 CR 100 കോടി ക്ലബിൽ കയറിയ മൂന്നാമത്തെ സിനിമയായ ലാലേട്ടന്റെ എമ്പുരാൻ. ലൂസിഫർ കയറി, പുലിമുരുകൻ കയറി, ഇതിപ്പോ എമ്പുരാനും കയറി. 48 മണിക്കൂർ കൊണ്ട് ഡേ 1 തന്നെയുള്ള കളക്ഷൻ 3 കോടിയാണ്. അതായത് വേൾഡ് 65 കോടി. വേൾഡ് വൈഡിൽ നിന്ന് ഇന്നലെ ഒരു ഓപ്പണിംഗ് ഡേ എന്ന് പറഞ്ഞാൽ 65 കോടി രൂപയാണ്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രം 25 കോടി, ഓവർസീസ് 40 കോടി. അങ്ങനെയാണ് 65 കോടി ഓപ്പണിംഗ് ഡേ സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ പൃഥ്വിരാജിന്റെ ഫേസ്ബുക്ക് പേജ് തുറക്കുമ്പോൾ ഞാൻ കാണുന്നത് 100 കോടി. അതായത് 48 മണിക്കൂർ കൊണ്ട് സിനിമ 100 കോടിയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് നന്ദി എണ്ണാ നന്ദി. സത്യം പറഞ്ഞാലേ ഇത് ഒരു ആവറേജ് ആയിട്ട് പോകേണ്ട സംഭവം ആയിരുന്നു. അതെ, നമ്മളുടെയൊക്കെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഭീകര സിനിമ ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോ സിനിമയുടെ മാർക്കറ്റിംഗ് കൊണ്ട് തന്നെ നമ്മള് സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞ എന്താണ്, നമ്മൾ ലൂസിഫർ സിനിമയെ കണ്ടിട്ടുള്ള സ്റ്റീഫൻ നെടുമ്പള്ളി ഇപ്പുറത്ത് എമ്പുരാനിൽ വന്ന് ഇബ്രാഹിം ഖുറൈഷി ആയപ്പോഴത്തേക്ക് അത്ര ഒരു പഞ്ച് കിട്ടിയില്ല. അതെ, ഡയലോഗിന് വലിയ പഞ്ചില്ലായിരുന്നു. കാരണം സിനിമ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ഇഴച്ചിലുണ്ടായിരുന്നു. സിനിമ അത് കഥയിലേക്ക് വരാനുള്ളതാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു സാധനം, അതായത് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് സെക്കൻഡ് ഷോ, അടുത്ത രണ്ടാമത്തെ ഷോ വന്നപ്പോഴത്തേക്കാണ് ഇതിനെ കുറിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ മിക്സഡ് റിവ്യൂലേക്കായിരുന്നു സംഭവിച്ചത്. ഫുൾ മിക്സഡ് റിവ്യൂ. നമ്മൾ മാത്രമല്ല, റിവ്യൂയുടെ തമ്പുരാൻ എന്നൊക്കെ എല്ലാരും പറയപ്പെടുന്ന അശ്വന്ത് ഗോക്കിനെ കുറിച്ച് മിണ്ടരുത്. അവൻ മറ്റേ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനകത്തൊക്കെ വന്ന നടനെ ചൈനയിലെ മറ്റേ ഫ്രൈഡ് റൈസ് ഞാൻ പറയട്ടെ, ഇപ്പം കാശ് ഉണ്ടാക്കാൻ ഭീഷ്മവർമ്മ സിനിമ കണ്ടിട്ട് നെഗറ്റീവ് റിവ്യൂ അടിച്ചാണ്. ഭീഷ്മവർമ്മ മാത്രോ മറ്റേ വേറൊരു സിനിമ വന്നില്ല ഈ ഇടയ്ക്ക്? അല്ലെന്നേ, ഈ ഇടയ്ക്ക് ഒരു സിനിമ വന്നില്ല. ഹ്യൂമാൻസിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായമായിരുന്നു. പിന്നെ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മറ്റേ ധ്യാൻ ശ്രീനിവാസനും മറ്റേ ലാലേട്ടന്റെ മകനും അഭിനയിച്ച സിനിമയില്ലേ വർഷങ്ങൾക്ക് ശേഷം, അതിനകത്ത് ഭീകര സിനിമ എന്നാണ് പറഞ്ഞത്. മറ്റേ ലാലേട്ടന്റെ മകനെ ഭയങ്കര അഭിനയം എന്നാ പറഞ്ഞത്. എന്തായാലും എമ്പുരാൻ 100 കോടി ക്ലബിൽ കയറിയിരിക്കുന്നു. അത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടം തന്നെ. കാരണം ഇത്രയും വലിയ ഇന്ത്യൻ സിനിമകളുടെ ഇടയിൽ എമ്പുരാൻ ഇങ്ങനെ ഒരു ഹൈപ്പിൽ വന്നിട്ടുള്ളൊരു സിനിമ മലയാള സിനിമയിൽ മലയാള നടന്മാർ, വലിയ ഹോളിവുഡ് നടന്മാരൊന്നും ഈ സിനിമ. അതിന്റെ കാരണം എന്നറിയോ? നമ്മുടെ മറുനാടൻ സാറ് പറഞ്ഞ പോലെ എന്താ തള്ളി 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 അവസാനം കാശിന്റെ കുന്തളിപ്പും കഴപ്പും കാരണം 100 കോടി അടിച്ചു. അപ്പൊ ഇപ്പൊ ഞാൻ കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ടവൻ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഇത് 14 കോടിയായിട്ടുള്ള സിനിമ 100 കോടിയിലൊന്നും എത്തിയിട്ടില്ല. പിന്നെയും പൃഥ്വിരാജ് അങ്ങ് തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അംഗീകരിക്കാൻ വയ്യ, അതാണ് സംഭവം. പിന്നെ വേറെ സംഭവം ഉണ്ട്, എനിക്കത് നമുക്ക് അംഗീകരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് നമുക്കറിയാം. ആ തുടക്കത്തിൽ ഏതാണ്ട് 6 ലക്ഷത്തോളം ടിക്കറ്റ് വിറ്റു, 32 കോടി രൂപ അതിൽ നിന്ന് തന്നെ മാത്രം ലഭിച്ചു. പിന്നെ കേരളത്തിൽ നിന്ന് പിന്നെ ബുക്കിങ്ങിലൂടെ, അതായത് സിനിമ കണ്ടതിൽ 15 കോടി രൂപ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഇന്ത്യയില് പിന്നെ 6ാം സ്ഥാനത്താണ് ഇപ്പം നമ്മുടെ മലയാള സിനിമയിലുള്ള എമ്പുരാൻ നിൽക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. രണ്ടാമത്തെ കാര്യമുണ്ട്, എനിക്ക് അതും കൂടെ ആ വാർത്ത കൂടെ കേട്ടപ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് സങ്കടം തുടങ്ങി. റീസെൻസറിങ് നടക്കുന്നു എമ്പുരാനെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയും, ഈ റീസെൻസറിങ് നടന്നാലും അകത്തുള്ള സിനിമ കാണാത്തവർ പെട്ടെന്ന് പോയി കാണണം എന്ന് പറയുന്നത് പോലെ തന്നെ റീസെൻസറിങ് നടന്നാലും എല്ലാം ഒന്നും റീസെൻസർ ചെയ്യത്തില്ല. അത് എനിക്ക് 1-2 കാര്യങ്ങൾ തെറ്റുവിട്ടിട്ടുണ്ടെന്ന് അറിയാം. ഈ NIA എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചതായിരിക്കണം, അത് തെറ്റിദ്ധരിക്കും. കേന്ദ്ര ഏജൻസിയുടെ അതേ പേര് പറയുന്നുണ്ട്. ചിലപ്പോ അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും, അല്ലാതെ ഒരു റീസെൻസറിംഗ് ആവശ്യമൊന്നുമില്ല. മർമ്മപ്രധാനമായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ആ തുടക്കത്തിൽ ആ ഒരു 35 മിനിറ്റ് എങ്ങാണ് നമ്മുടെ രാജുവേട്ട നിങ്ങളത് കളയുവാണെങ്കിൽ നല്ലൊരു നടനല്ല, ഡയറക്ടറല്ല. നിങ്ങൾ ഡയറക്ടറും അല്ല, നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. അത്രേ ഉള്ളൂ. അത് നമ്മള് ഒരു എന്താ പറയാ, നമ്മൾ അടിമയായി പ്രഖ്യാപിക്കുന്നത്. അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് അടിമയായി പോയി എന്നുള്ള ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ആയിരിക്കത്തില്ല. ചെറിയ നിങ്ങൾക്ക് ഒരു കാര്യം ഒരു സിനിമ വന്നില്ല, എന്തായാലും ഇനിയിപ്പോ സിനിമ ഒന്നുകൂടെ കാണേണ്ടി വരും. എന്താണ് ഇത് റീസെൻസറി ചെയ്ത ഭാഗം ഏതാണ് എന്ന് നമ്മൾ കാണാൻ വേണ്ടി വീണ്ടും ഇവന്മാര് നമുക്ക് നമ്മുടെ പൈസ ഒന്നും കൂടെ റീസെൻസറി ചെയ്യുന്നതെല്ലാം കൊള്ളാം. അത് എന്താണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ ഒഴിവായ. ഇനിയിപ്പോ പറയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തായാലും പൈസ കൊടുക്കണം. അപ്പൊ അത്രയും കൂടെ കളക്ഷൻ വീണ്ടും സിനിമയ്ക്ക് വരിക. പക്ഷെ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഹൈപ്പ് കിട്ടുന്നുണ്ട്. കാരണം ഇപ്പൊ വാർത്തകൾ വരെ പറയുന്നുണ്ട് എമ്പുരാൻ റീസെൻസറി. അപ്പൊ ആളുകൾ എന്താ ചിന്തിക്കുന്നറിയോ? അല്ല, ആളുകൾ എന്താ ചിന്തിക്കുന്നറിയോ? ഇത് റീസെൻസറി ചെയ്യുമ്പോ പടം കണ്ടു കളയാം എന്ന് ചിന്തിക്കാം. അപ്പൊ ഉറപ്പായിട്ടും കളക്ഷൻ കൂടും. അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എന്റെ പൊന്നണ്ണ, നിങ്ങളുടെ തലയുണ്ടല്ലോ,
അല്ല ഇങ്ങനെ ഇവിടെ എന്താ കോമഡി അറിയാം, റീസെൻസറിങ് വരാൻ പോകുന്നത് ഒരു ചെറിയൊരു വാക്ക് ഞങ്ങൾ മാറ്റി, ഇതായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ എന്തായാലും പടം ഹിറ്റായി, 100 കോടി കഴിഞ്ഞു, 200 കോടി എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ നമ്മൾ ആരും പറയാത്തൊരു കാര്യം നമ്മുടെ ഷാജൻ സാർ പറഞ്ഞായിരുന്നു, ഇത്ര 235 കോടിയുടെ ചുമ്മാ ഇയാളെ സാറേ ഞാൻ ഈ മലയാളികളുടെ സ്വഭാവം അനുസരിച്ച് പറഞ്ഞ. എന്നാൽ ഷാജൻ അദ്ദേഹം പറഞ്ഞത് 235 കോടി അല്ല, പൃഥ്വിരാജ് പറഞ്ഞിട്ടില്ല, ലാലേട്ടും പറഞ്ഞിട്ടില്ല, പ്രൊഡ്യൂസർ ആയിട്ടുള്ള നമ്മുടെ ഗോപാൽജി അറിഞ്ഞിട്ടില്ല, പക്ഷെ ഇദ്ദേഹം അറിഞ്ഞു എന്നുള്ള. എന്തായാലും ഈ 235 കോടി കടക്കും എന്നുള്ളതായിരുന്നു സംശയമില്ല. അത് തന്നെ. അപ്പൊ മലയാള സിനിമകൾ നല്ല നല്ല സിനിമകൾ വരട്ടെ, വിവാദങ്ങൾ വരട്ടെ, വിവാദങ്ങളിലൂടെ കേരളത്തെ കൂടുതൽ ആളുകൾ സിനിമകൾ വിജയിക്കട്ടെ, അത്രയും മാത്രമേ പറയുന്നുള്ളൂ. 100 കോടി ക്ലബ് എന്നുള്ളത് തള്ളാണോ തള്ളല്ലേ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ വിഷയം. അതെന്തായാലും തള്ളല്ല. 2 ദിവസം കൊണ്ട് സിനിമ 100 കോടി ക്ലബിൽ എത്തിയിട്ടുണ്ടെന്നുള്ള രേഖകളാണ് ഉണ്ട്. സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിപ്പോ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം വരും എന്നെനിക്കറിയാം. പറഞ്ഞു പോയല്ലോ. ഓക്കെ, അപ്പൊ ബൈ.